ഹായ്, നമസ്കാരം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, സംശയമില്ലല്ലോ, ശ്രീ വി ഡി സതീശൻ. കേരളത്തിന്റെ തുറമുഖ വകുപ്പ് മന്ത്രിയാണ്, സംശയമില്ലല്ലോ, ശ്രീ വി ഡി സതീശൻ. കേരളത്തിന്റെ തുറമുഖ വകുപ്പ് സെക്രട്ടറി ആരാണ്? സംശയമില്ല, സതീശന്റെ തന്നെ സെക്രട്ടറിയായ രത്തൻ കേൽക്കർ. എന്നിട്ടും നമ്മുടെ സതീശൻ അദാനി വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരിയിൽ 49% വലിയ കൂറ്റൻ ഷിപ്പിംഗ് കമ്പനിയായ MSCക്ക് കൈമാറി 13,220 കോടി രൂപ സമ്പാദിക്കുന്ന കാര്യം സതീശൻ അറിഞ്ഞില്ല. സതീശനെ രാവും പകലും പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളൊക്കെ ഇത് ആഘോഷമായിട്ട് വാർത്ത നൽകി. സ്വാഭാവികമായിട്ടും കേരള ഗവൺമെന്റിലെ ചിലരും അദാനി ഗ്രൂപ്പിലെ PR കക്ഷികളൊക്കെ കൂടിയിട്ടായിരിക്കുമല്ലോ ഈ വാർത്താ ശൃംഖല ആസൂത്രണം ചെയ്തിട്ടുണ്ടാവുക. എന്നിട്ടും എന്തേ നമ്മുടെ മുഖ്യമന്ത്രി ഇതൊന്നും അറിയാതെ പോയത്? ഇനി ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് ഞാൻ പോവുകയാണെ. ഇന്ത്യ ബ്ലോക്കിന്റെ മീറ്റിംഗ്, രാഹുൽ ഗാന്ധി, സാക്ഷാൽ രാഹുൽ ഗാന്ധി ഞങ്ങളെ നോക്കി പറയുകയാണ്, ഇടതുപക്ഷത്വം നഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറയാൻ ഒരു കാരണമുണ്ട്. അപ്പം CPIയുടെ D രാജീവ് ഞാനും ചോദിച്ചു, എന്താണ് രാഹുൽ ഗാന്ധി അങ്ങനെ പറയാൻ കാരണം, ആരോപിക്കാൻ കാരണം? എൻ്റെ കയ്യിൽ ഫാക്ട്സ് ഉണ്ട്, വസ്തുതകളുണ്ട്. അപ്പോൾ ഞങ്ങൾ വീണ്ടും ചോദിച്ചു, എന്താണ് താങ്കളുടെ പക്കലുള്ള ഈ ഫാക്ട്സ്? ഞങ്ങൾക്ക് ഈ ലെഫ്റ്റിസം നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന് താങ്കൾക്ക് ബോധ്യപ്പെട്ട ചില ഫാക്ട്സ് എന്താണ്? നിങ്ങളല്ലേ അദാനിയെ കേരളത്തിലേക്ക് ആനയിച്ചത്. ഞങ്ങൾ ഞെട്ടിപ്പോയി. ഞങ്ങൾ മാത്രമല്ല, ഇക്കാര്യത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള ചില കോൺഗ്രസ് നേതാക്കന്മാരും തലയൊന്ന് പയ്യെ കുനിച്ചു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് അദാനിയെ കേരളത്തിലേക്ക് ആനയിച്ചതെന്ന കാര്യം രാഹുൽ ഗാന്ധിക്ക് അറിയില്ലേ? അദ്ദേഹത്തിന് അറിയില്ല. തിരുത്തിയപ്പോൾ അദ്ദേഹം ആ പ്രശ്നം വിട്ട് മറ്റൊരു കാര്യത്തിലേക്ക് പോയി. തിരിച്ചു വീണ്ടും നമ്മുടെ കാലിക വിഷയത്തിലേക്ക് വരാം. ആരാണ് അദാനി? വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ച് കൺസെഷണർ മാത്രമാണ്. മലയാളത്തിൽ പറഞ്ഞാൽ ചുമതലക്കാരൻ മാത്രമാണ്. ആ പദ്ധതി നടപ്പിലാക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു ചുമതലക്കാരൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആത്യന്തിക ഉടമസ്ഥാവകാശം കേരളത്തിൻ്റെതാണ്, കേരളത്തിലെ ജനങ്ങൾക്കുള്ളതാണ്. ഇനി ഇതിന്റെ ഒന്നാം ഘട്ടത്തിലെ ചെലവെന്ന് പരിശോധിക്കാം. ഒന്നാം ഘട്ടത്തിൽ മുടക്കിയ തുകയുടെ 61.5% കേരള സർക്കാരാണ് മുടക്കിയത്, 5,595 കോടി രൂപ. ഇനി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് എന്നും പറഞ്ഞ് VGF എന്നും പറഞ്ഞിട്ട് 818 കോടി രൂപ കിട്ടി. അപ്പൊ നമ്മൾ വിചാരിക്കും എന്തോ കേന്ദ്ര ഗവൺമെന്റ് എന്തോ ഉദാര വായ്പ കാണിച്ചു. ഇത് നമ്മൾ 12,000 കോടി രൂപയായിട്ട് തിരിച്ച് കേന്ദ്ര സർക്കാരിന് പിന്നീട് കൊടുക്കണം. അതായത് തുറമുഖത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന, ഭാവിയിൽ ലഭിച്ചേക്കാവുന്ന ലാഭം എല്ലാം കൂടി കണക്ക് കൂട്ടിയിട്ട് കേന്ദ്ര സർക്കാരിന് കൊടുക്കണം. ഇനി അദാനി ചെലവഴിച്ച എത്രയാണ്? നമ്മുടെ പകുതിയാണ്, 2,500 കോടി രൂപ. 2,500 കോടി രൂപ മാത്രം ചെലവഴിച്ച അദാനി തങ്ങളുടെ കമ്പനിയുടെ 49% ഓഹരി MSCക്ക് വിറ്റ് 13,220 കോടി രൂപ സമ്പാദിക്കുന്നു. 5 മടങ്ങ്. കരാറൊരു വ്യവസ്ഥയുണ്ട്. ഈ ഓഹരി ഘടനയിൽ മാറ്റം വരുത്തുന്നതിന് മുമ്പ് കേരള സർക്കാരിന്റെ മുൻകൂർ അനുമതി വാങ്ങണം. സതീശന് അറിഞ്ഞു പോലുമില്ല. പക്ഷെ അദാനി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിക്ക് അപേക്ഷ സമർപ്പിച്ചു. ഇന്ത്യയിലെയും വിദേശത്തെയും എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തു. എന്തേ നമ്മുടെ മുഖ്യമന്ത്രി അറിയാതെ പോയി? രാഹുൽ ഗാന്ധി, ഞങ്ങളുടെ ലെഫ്റ്റിസം ചോർന്നുപോയി എന്ന് നിങ്ങൾ ആരോപിച്ച ഒരു കാര്യത്തിൽ നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് കേവലപരമായിട്ടുള്ള അറിവ് പോലും ഇല്ല എന്ന് വന്നാൽ എന്തായിരിക്കും ഒരു ഭരണ സംവിധാനത്തിന്റെ ഒരവസ്ഥ? ഇതല്ലേ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി VD സതീശൻ പറഞ്ഞത് എങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ചുമതല ഏൽക്കുന്നതിന് മുമ്പ് അദ്ദേഹം ധൃതി പിടിച്ച് ഒരു പ്രത്യേക വിമാനത്തിൽ, ചാർട്ടേഡ് വിമാനത്തിൽ മംഗലാപുരത്തിലേക്ക് പോയില്ലേ? കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങൾ പോലും പറഞ്ഞില്ലേ, അദാനി ഗ്രൂപ്പാണ് ആ
പ്രത്യേക വിമാനം ഏർപ്പെടുത്തിയത്, അതിൻ്റെ പണം കൊടുത്തത്? അദാനി ഗ്രൂപ്പുമായിട്ടുള്ള ചർച്ചയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം പോയത്. അതുകൊണ്ടാണോ വി ഡി സതീശൻ താങ്കൾ തുറമുഖ വകുപ്പ് സ്വന്തം പക്കൽ വെച്ചത്? മുൻ സർക്കാരിന്റെ കാലത്ത് അത് സഖ്യകക്ഷിയിലെ ഒരു മന്ത്രിക്കായിരുന്നു അതിന്റെ ചുമതല. എന്തേ മുഖ്യമന്ത്രി ആ വകുപ്പ് കയ്യിൽ വെക്കാൻ കാരണം? വകുപ്പ് കയ്യിൽ വെച്ചിട്ടും ഈ അദാനി ഇതുപോലുള്ള വലിയ ഒരു വ്യാപാരത്തിൽ ഏർപ്പെട്ട കാര്യം എന്തേ അദ്ദേഹം അറിയാതെ പോയി? ഞാൻ മനസ്സിലാക്കിയതാണ്, എത്രയോ കാലം മുമ്പ് തന്നെ അദാനി ഇക്കാര്യത്തിൽ ചില കരുനീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കേരള ഗവൺമെന്റിനെ പ്രദാനം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഈ ഊഹാപോഹം കേട്ടപ്പോൾ അദാനിയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരോട് ചോദിച്ചിരുന്നു, ഇങ്ങനെ ചില ഊഹാപോഹങ്ങൾ ഞങ്ങൾ കേൾക്കുന്നുണ്ട്, നിങ്ങൾ MSC ആയിട്ട് ഒരു കരാറിലേക്ക് പോകുന്നു, ഞങ്ങളുടെ അനുമതിയില്ലാതെ, കേരള ഗവൺമെന്റിന്റെ അനുമതിയില്ലാതെ അത്തരമൊരു പരിപാടിയിലേക്ക് പോകുന്നത് നിയമവിരുദ്ധമായിരിക്കും കേട്ടോ എന്ന് ഇതിന്റെ ചുമതലക്കാര് ചോദിച്ചതാണ്. എന്നിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ ഇത് അറിഞ്ഞില്ല, അതും തുറമുഖ വകുപ്പ് മന്ത്രി അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ കഴിയും? ഇനി ഈ ഒരു ഇടപാടിന്റെ മറ്റ് വശങ്ങൾ സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ വിലയിരുത്തപ്പെടേണ്ടതാണ്. ഒരു കാര്യം വ്യക്തമാണ്, വിഴിഞ്ഞം എന്നുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്തികളിൽ ഒന്നാണ്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രൂപ്പിനെ അടിയറ വെക്കാനുള്ളതല്ല. അത് കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി ഒരു കുത്തകയെ സൃഷ്ടിക്കുന്നതിന് പകരം എല്ലാ കമ്പനികളുടെയും വരവിന് വേണ്ടി, നിക്ഷേപത്തിന് വേണ്ടിയിട്ടും വഴിയൊരുക്കേണ്ട കാര്യമാണ്. അതിന്റെ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളിലെ ദുരൂഹത അനാവരണം ചെയ്യപ്പെടണം, മറനീക്കി വസ്തുതകളും സത്യവും പുറത്തു വരണം. ഒപ്പം തന്നെ ഇന്ത്യ ബ്ലോക്കിൽ അദാനിയെക്കുറിച്ച് പരാമർശിച്ച രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് ഹൈക്കമാൻഡും തങ്ങളുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ എന്താണ് എന്ന് പറയാനും ഞാൻ കാത്തിരിക്കുന്നു.